നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ശ്ലോകം 3. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ യോ യച്ഛ്രദ്ധഃ സ ഏവ സഃ. ഹേ അർജുന, അവരവരുടെ സംസ്കാരമനുസരിച്ച് എല്ലാവർക്കും വെവ്വേറെ ശ്രദ്ധയുണ്ടാവുന്നു. പുരുഷൻ ശ്രദ്ധാമയനെന്ന് പറയപ്പെടുന്നു. ഒരുവൻ്റെ ശ്രദ്ധ ഏതു തരത്തിലാണോ അവൻ അതേ വിധമായി മാറുന്നു. ഓരോ മനുഷ്യൻ്റെയും ശ്രദ്ധയും വിശ്വാസവും അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഉണ്ടാവുന്നത്. മനുഷ്യൻ മുഴുവനായും ശ്രദ്ധയാൽ നിർമ്മിതനായവനാണ്. ഒരാൾക്ക് എങ്ങനെയുള്ള ശ്രദ്ധയുണ്ടോ അവൻ അതുപോലെ ആയിത്തീരുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ആഴത്തിലുള്ള സത്യം പറയുന്നു. മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും തീരുമാനങ്ങളും എല്ലാം അവൻ്റെ ശ്രദ്ധയെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത്. മനുഷ്യൻ അവൻ്റെ ശ്രദ്ധയുടെ പ്രതിഫലനമാണ്. ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ധാർമ്മികവും സമാധാനപരവുമാവും. ഒരാൾക്ക് ധനം, സ്ഥാനമാനം എന്നിവയിൽ മാത്രം വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ആഗ്രഹങ്ങളും മത്സരവും നിറഞ്ഞതായിരിക്കും. അജ്ഞാനത്തിൽ നിൽക്കുന്ന ശ്രദ്ധയാണെങ്കിൽ ജീവിതം തെറ്റായ വഴികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ശ്രദ്ധ ഉയർന്നതായാൽ നമ്മുടെ ജീവിതവും ഉയരും. ശ്രദ്ധയാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. നല്ല വിശ്വാസങ്ങൾ നല്ല ജീവിതം സൃഷ്ടിക്കുന്നു. സാത്വികമായ ശ്രദ്ധ ആത്മീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ലതും ശുദ്ധവുമായ ശ്രദ്ധ വളർത്തുകയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.